പാരീസ് ഒളിമ്പിക്സ് ഗുസ്തിയിൽ വിനേഷ് ഫോഗട്ട് ക്വാർട്ടറിൽ. നിലവിലെ ചാമ്പ്യനായ ജപ്പാന്റെ യു സുസാക്കിയെ പരാജയപ്പെടുത്തിയാണ് വിനേഷ് ഫോഗട്ട് ക്വാർട്ടറിലേക്ക് കടന്നത്. അതോടൊപ്പം തന്നെ 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ട് ജപ്പാന്റെ യു സുസാക്കിയെ പരാജയപ്പെടുത്തിയത്. വിവരങ്ങളുമായി ഒളിമ്പിക്സ് ഡെസ്കിൽ നിന്നും അമൽനാഥ് പാടിച്ചാൽ ചേരുന്നു. അമൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കാളിദാസ്, വലിയ ഒരു വിജയമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ, റെസ്ലിംഗ് മത്സരത്തിൽ വിനേഷ് ഫോഗട്ട് മികച്ച ഒരു പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. 50 കിലോഗ്രാം വിഭാഗത്തിലാണ് വിനേഷ് ഫോഗട്ടിന്റെ ഈ ഒരു വിജയം. ഇതിൽ വിനേഷ് ഫോഗട്ടിന്റെ എതിരാളിയായി ഉണ്ടായിരുന്ന യുയി സുസുക്കി കഴിഞ്ഞ ഒളിമ്പിക്സിലെ ഗോൾഡ് മെഡലിസ്റ്റ് ആണ്. മികച്ച ഒരു റെസ്ലർ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റെസ്ലറാണ്. അദ്ദേഹത്തെയാണ്, ആ മികച്ച റെസ്ലറിലെയാണ് വിനേഷ് ഫോഗട്ട് നിലവിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഒരു അട്ടിമറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇവിടെ 3-2 എന്ന സ്കോറിനാണ് ആ പരാജയമുണ്ടായത്. കരിയറിലെ ഈ ജപ്പാൻ താരത്തിൻ്റെ യുയി സുസുക്കിയുടെ 4ാമത്തെ മാത്രം പരാജയമാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈ വിനേഷ് ഫോഗട്ടിൻ്റെ എതിരാളി എത്രമാത്രം ശക്തയായിരുന്നു എന്ന്. അവർക്കെതിരെ ഒരു മികച്ച പ്രകടനത്തോടെയാണ് നിലവിൽ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അവസാന 8ലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ക്വാർട്ടർ മത്സരങ്ങളും നടക്കും. ഇന്ത്യ വലിയ പ്രതീക്ഷ അർപ്പിച്ച ഒരു താരം തന്നെയാണ്. ഒരു മെഡൽ പ്രതീക്ഷ തന്നെ ഇദ്ദേഹത്തിലുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടാൻ വേണ്ടി വിനേഷ് ഫോഗട്ടിനെ സാധിച്ചിരുന്നു. ഒപ്പം തന്നെ കോമൺവെൽത്ത് വിന്റർ ഗെയിംസിൽ ഗോൾഡിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു ഗുസ്തിയിൽ മികച്ച നിലവാരം പുലർത്തിയ താരമാണ് വിനേഷ് ഫോഗട്ട്. വിനേഷ് ഫോഗട്ട് ഈ ഒളിമ്പിക്സിലും അതേ ഫോം തുടരുന്നു എന്നത് ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. അതേസമയം മറ്റൊരു ഇനത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി 2 താരങ്ങളായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്ന് കിഷോർ ജനയാണ്. പൂൾ എ വിഭാഗത്തിലാണ് കിഷോർ ജന മത്സരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രകടനം നിരാശ നൽകുന്നതായിരുന്നു. ഈ പൂൾ എയിൽ 80.73 മീറ്റർ മാത്രം എറിഞ്ഞ് 9ാം സ്ഥാനത്തേക്ക് ഇദ്ദേഹം മാറുകയായിരുന്നു. എന്നാൽ പൂൾ ബിയിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. ആദ്യ ശ്രമത്തിൽ തന്നെ ഈ യോഗ്യത നേടാൻ വേണ്ടി നീരജിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതായത് യോഗ്യതയ്ക്ക് വേണ്ടത് 84 മീറ്റർ മാത്രമായിരുന്നു. എന്നാൽ നീരജ് ചോപ്ര എറിഞ്ഞത് 89.34 മീറ്ററാണ്. അതോടുകൂടി ഫൈനൽ റൗണ്ടിലേക്ക് യോഗ്യത നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഈ നീരജ് ചോപ്രയിലൂടെ ഒരു സ്വർണ്ണ മെഡൽ തന്നെയാണ് ഇന്ത്യ നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കാളി, അമൽ, മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ പ്രതീക്ഷയിലാണ് ഇന്ത്യ. സെമി ഫൈനൽ മത്സരത്തിൽ ജർമ്മനിയാണ് ഇന്ത്യയുടെ എതിരാളി. എന്തൊക്കെയാണ് ആ മത്സരത്തിന്റെ വിശദാംശങ്ങൾ? തീർച്ചയായും ഈ ടൂർണമെന്റ് എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ മികച്ച ഫോമിൽ തന്നെയാണ് ഇന്ത്യയുടെ ഹോക്കി ടീം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ബ്രിട്ടനെതിരെയുള്ള ഒരു മത്സരത്തിൽ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. ബ്രിട്ടൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഹോക്കി ടീമാണ്. അവർക്കെതിരെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം. എന്നാൽ പിന്നീട് ഷൂട്ടൗട്ടിലേക്ക് എത്തുമ്പോൾ 4-2 വ്യക്തമായൊരു വിജയം ഇന്ത്യക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇതിനു മുന്നേ, അതായത് ഈ ടൂർണമെന്റിലെ ഗ്രൂപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ വിജയം നേടാൻ വേണ്ടി സാധിച്ചു. 52 വർഷത്തിനു ശേഷമാണ് ഇന്ത്യ ഹോക്കിയിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു വിജയം നേടുന്നത്. ഇത്തരത്തിൽ ത്രസിപ്പിക്കുന്ന വിജയമായാണ് ഇന്ത്യ സെമി ഫൈനലിൽ ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ ജർമ്മനി ആണ് ഇന്ത്യയുടെ എതിരാളി. ജർമ്മനിയെ നമുക്ക് ഒരിക്കലും വില കുറച്ച് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം കരുത്തരായ ഒരു ടീം തന്നെയാണ്, മികച്ച താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു ടീം തന്നെയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ താരങ്ങളും മികച്ച ഫോമിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് കഴിഞ്ഞ മത്സരത്തിൽ അത് കാണാൻ വേണ്ടി സാധിച്ചിരുന്നു. മലയാളി താരമായ ശ്രീജേഷ്, ഗോൾ കീപ്പറായ ശ്രീജേഷ് അന്ന് 14ഓളം സേവുകളായിരുന്നു നേടിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് മികച്ച രീതിയിലുള്ള ഒരു മത്സരമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ 2ാം സ്ഥാനത്ത്, 7 ഗോളുമായി 2ാം സ്ഥാനത്താണ് ഈ താരമുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബ്രിട്ടനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ രോഹിദാസ് എന്ന ആ ഒരു ഡിഫൻഡർക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നു. അതിനെ തുടർന്ന് 2ാമത്തെ ക്വാർട്ടറിലെ തുടക്കം മുതൽ ഇന്ത്യ വെറും 10 പേരായിരുന്നു ആ മത്സരത്തിൽ ഉണ്ടായിരുന്നത്. എങ്കിൽ പോലും ബ്രിട്ടനെതിരെ മറ്റ് 2 ക്വാർട്ടറുകളിലും മികച്ച മത്സരം പുറത്തെടുത്ത് വിജയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ആ താരം രോഹിദാസ് ഇന്ന് ഈ സെമി ഫൈനലിൽ ഇറങ്ങുന്നില്ല. എങ്കിൽ പോലും ഇന്ത്യയുടെ മറ്റ് താരങ്ങളൊക്കെ തന്നെ മികച്ച ഫോമിൽ തന്നെയാണ്. അതിനാൽ തന്നെ ഈ സെമി ഫൈനലിൽ ഒരു വിജയം നേടിക്കൊണ്ട് ഫൈനലിലും വിജയിച്ച് ഇന്ത്യക്ക് ഒരു ഗോൾഡ് മെഡൽ കൊണ്ടുവരാൻ വേണ്ടി ഈ ഇന്ത്യയുടെ ഹോക്കി ടീമിന് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കാളിദാസ്, തീർച്ചയായും പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ പ്രതീക്ഷയിലാണ് ഇന്ത്യ. സെമിഫൈനൽ മത്സരത്തിൽ ജർമ്മനിയാണ് ഇന്ത്യയുടെ എതിരാളി. അതേപോലെ തന്നെ ജാവലിൻ ത്രോയിൽ യോഗ്യതാ റൗണ്ടിന്റെ ആദ്യ ശ്രമത്തിൽ തന്നെ നീരജ് ചോപ്രയും
ഇപ്പോൾ ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 89.34 മീറ്റർ എറിഞ്ഞാണ് യോഗ്യതാ റൗണ്ടിൽ നിന്നും ഫൈനൽ റൗണ്ടിലേക്ക് നിലവിലെ ചാമ്പ്യനായ നീരജ് ചോപ്ര യോഗ്യത നേടിയത്. വിവരങ്ങളാണ് അമൽനാഥ് നൽകിയത്.